വെൽക്കം ടു സൈലോം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ പുതിയ പാഠപുസ്തകം വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ EVSന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവികളും ചുറ്റുപാടും, ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ ടേമാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം. അപ്പോൾ എന്താണ് അനുകൂലനം അല്ലെങ്കിൽ എന്താണ് അഡാപ്റ്റേഷൻ? അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെട്ട ചില ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ചില ജീവജാലങ്ങളുടെ അഡാപ്റ്റേഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്താണ് അനുകൂലനം. ഇപ്പൊ സപ്പോസ് നിങ്ങളോട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഫിഷ് അല്ലെ, മത്സ്യങ്ങള്. ഈ മത്സ്യങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലാണ് അവ ജീവിക്കുന്നത്. അതേസമയം ആ മത്സ്യത്തിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇട്ടാല് അതിന് ആ ഒരു കരയിൽ അല്ലെങ്കിൽ ലാൻഡിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഫിഷ് എന്ന് പറയുന്നത് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാ. ഇനി ഈ വെള്ളത്തിൽ അതിന് ചുമ്മാ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ആ വെള്ളത്തിൽ ജീവിക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് സവിശേഷതകൾ അവയുടെ ശരീരത്തിനുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ അവയുടെ ഷേപ്പ്, അതുപോലെ തന്നെ അവയുടെ ഫിൻസ്, അവയുടെ ഗിൽസ്, അവയുടെ സ്കെയിൽസ് ഒക്കെ എന്താണ്, വെള്ളത്തിൽ ജീവിക്കുന്നതിന് അതിനെ സഹായിക്കുന്ന ചില സവിശേഷതകളാണ്. ഇങ്ങനെയുള്ള ഓരോ ജീവിക്കും അവരെവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന സവിശേഷതകളെ അല്ലെങ്കിൽ ജീവിക്കാൻ സഹായിക്കുന്ന പെക്യുലാരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. എന്താണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം? എനി ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം ടു സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. ഒരു ജീവിക്ക് അതെവിടെയാണോ ജീവിക്കുന്നത് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന എന്താ പറയുക, സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന സവിശേഷതകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുകൂലനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ആരുടെ അനുകൂലനം നോക്കാം? നമുക്ക് ഫിഷിന്റെ അനുകൂലനം തന്നെ നോക്കാം. ഫിഷിന്റെ അഡാപ്റ്റേഷൻ തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിന്റെ ആകൃതി നോക്കാം അല്ലെ, ഷേപ്പ് നോക്കാം. തോണിയുടെ പോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ്, ബോട്ട് ഷേപ്ഡ് ബോഡിയാണ്. എന്തിനെ സഹായിക്കുന്നത്? ഹെൽപ്പ് ടു മൂവ് ഈസിലി ത്രൂ ദ വാട്ടർ. വെള്ളത്തിലൂടെ വളരെ നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് സ്ലിപ്പറി ബോഡി അല്ലെങ്കിൽ വഴുവഴുപ്പുള്ള ശരീരമാണ്. എന്തിനെ സഹായിക്കുന്നത്? ഹെൽപ്പ് ടു ഗ്ലൈഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ തന്നെ നീങ്ങാൻ സഹായിക്കുന്നു. അടുത്തത് ചിറകുകൾ, ഫിൻസ്. എന്തിനെ സഹായിക്കുന്നത്? നീന്താനായിട്ട്, സ്വിം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി വാൽച്ചിറകൾ, ടെയിൽ ഫിൻ. എന്തിനെ സഹായിക്കുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ദിശ മാറാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തത് ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ്. ഗിൽസ് എന്തിനെ സഹായിക്കുന്നത്? ബ്രീത്ത് ചെയ്യാൻ അല്ലെ, ശ്വസിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ ശൽക്കങ്ങൾ, സ്കെയിൽസ് ഉണ്ട്. അതെന്തിനെ സഹായിക്കുന്നത്? ഈ പറയുന്ന ചൂട്, തണുപ്പ് മുതലായ കാലാവസ്ഥാ വ്യത്യാസം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും രക്ഷ നേടാനായിട്ട്, അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഫിഷിന്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫിഷ് പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആൾക്കാരും കൂടി അവരും കൂടി എന്താ പറയുന്നത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കുന്നത്? യെസ്, നമ്മുടെ സ്വന്തം ഒരു വാട്ടർ പ്ലാന്റ് ഇല്ലേ, നമ്മുടെ വെള്ളത്തിൽ കാണുന്ന ഒരു ചെടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ് ഉണ്ട്. അപ്പൊ ഈ രണ്ടു പേരും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊരു വാട്ടർ ലില്ലി ആണെന്ന് വിചാരിക്കാം. വാട്ടർ ലില്ലി എന്താ പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സക്സ് ഇൻ അവർ സ്റ്റെം. അതായത് തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അതേസമയം നമ്മുടെ ഫ്രോഗ് എന്താ പറയുന്നത്? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. അതായത് അവരുടെ വിരലുകൾ ചർമ്മത്തിൽ ബന്ധിച്ചത് മൂലമാണ് വെള്ളത്തിലൂടെ നീന്താനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നത്. അപ്പൊ നമ്മുടെ വാട്ടർ ലില്ലിയും അതുപോലെ തന്നെ ഫ്രോഗും പറയുന്ന അവരുടെ സവിശേഷതകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള അവരുടെ സവിശേഷത കൂടി നമുക്കൊന്ന് പഠിക്കണം. നമുക്ക് ആദ്യം എന്തെടുക്കാം? നമ്മുടെ ആമ്പൽ എടുക്കാം അല്ലെ, വാട്ടർ ലില്ലി എടുക്കാം. പിന്നെ നമുക്ക് തവളയോടെ പഠിക്കാം. ആദ്യം നമ്മുടെ ആമ്പലിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? അവയ്ക്ക് മെഴുകു പോലുള്ള ആവരണം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൽ കിടന്നാൽ ചീഞ്ഞു പോകത്തില്ല. അവയ്ക്ക് നീളമുള്ള തണ്ടുണ്ട്, വായു അറകളുള്ള ഇലകളുണ്ട്. അതുകൊണ്ട് തന്നെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. തവളച്ചേട്ടന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവയുടെ ശരീരം വഴുവഴുപ്പുള്ള ശരീരമാണ്. അതുപോലെ വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചത് കൊണ്ട് വെള്ളത്തിലൂടെ നീന്താനും കഴിയും. ഓക്കെ, അത് തന്നെ നമുക്കൊന്ന് ഇംഗ്ലീഷിലും കൂടി ഒന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. വാട്ടർ ലില്ലിന്റെ പ്രത്യേകത, ദേ ഡു നോട്ട് ഡീകേ ഇൻ വാട്ടർ ആൻഡ് ഓൾസോ ദ ലീവ്സ് ഫ്ലോട്ട് ഓൺ ദി വാട്ടർ സർഫസ്. അതായത് അവയുടെ ഇലകൾ വാട്ടർ സർഫസിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. വാക്സ് കോട്ടിംഗ് ഉണ്ട്. വാക്സ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ മെഴുകു പോലുള്ള ആവരണമുണ്ട്. പിന്നെ എയർ ക്യാവിറ്റീസ് ഉണ്ട്, വായു അറകളുണ്ട്. ഇനി ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലിപ്പറി ബോഡി, വഴുവഴുപ്പുള്ള ശരീരമാണ്. ഫീറ്റ് ഓഫ് ദി ഫ്രോഗ് ആർ ഷേപ്ഡ് ടു ഹെൽപ്പ് ദം സ്വിം.
ഓക്കെ, അതിന്റെ ഫീറ്റിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ലിംസ് ഹെൽപ്പ് ഇറ്റ് ടു ഹോപ്പ് ഓൺ ലാൻഡ്, അതായത് അതിന് ഈ പറയുന്ന വെള്ളത്തിലൂടെയും കരയിലൂടെയും നടക്കാനായിട്ട് പറ്റും. അതിനെ സഹായിക്കുന്ന ശരീര പ്രത്യേകതയാണ് ആർക്കുള്ളത്? നമ്മുടെ ഫ്രോഗിനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രോഗിനെ പറ്റിയും വാട്ടർ ലില്ലിനെ പറ്റിയും ഫിഷിന്റെ ഒക്കെ അനുകൂലനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയും നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഇപ്പൊ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്തിരുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചിന്റെ ഒരു ചെറിയൊരു സ്ലൈഡാണ് മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതാത് ഇപ്പൊ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ വലിയ ക്ലാസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്കായിട്ട് നമ്മുടെ പ്രാണ ബാച്ചും, 5ലെ മക്കൾക്ക് വേണ്ടി പൃഥ്വി ബാച്ചും, 6ലെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വജ്ര ബാച്ചും, 7ലെ മക്കൾക്ക് വേണ്ടി അവഞ്ചസ് ബാച്ചും ഉണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്റ്ററും ഇനി വരാൻ പോകുന്ന ചാപ്റ്ററും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.